കാണാൻ അതിമനോഹരം. എങ്കിലും ത്വായിഫിൻ്റെ കാഴ്ചകൾക്ക് ഈ മനോഹാരിതക്കപ്പുറത്തേക്ക് രക്തം കട്ടപിടിപ്പിക്കുന്ന വലിയ ക്രൂരതകളുടെ കഥ പറയാനുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയിലെ ത്വായിഫിലുള്ള മസ്ജിദ് അദ്ദാസിൻ്റെ സമീപത്താണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ മഹിതമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് എത്തിയ സമയത്ത് അവിടുത്തേക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് കല്ലേറും അപമാനവും മാത്രമായിരുന്നു. അവിടുത്തെ കാലിൽ നിന്ന്, ഷറഫാക്കപ്പെട്ട കാലിൽ നിന്ന് രക്തം വാർന്ന അവസ്ഥയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുന്തിരിത്തോട്ടത്തിൽ വിശ്രമിക്കുകയുണ്ടായിരുന്നു. ഇളം തണുപ്പേറ്റുകൊണ്ട് അറേബ്യയിലെ ഒരു പ്രാചീന ഗ്രാമപ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതിയാണ് ഇവിടെ ലഭിക്കുന്നത്. ത്വായിഫ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ തണുപ്പുണ്ട്. ഇവിടെ ഒട്ടനവധി ഫ്രൂട്ട്സുകളും ഫലങ്ങളുമാണ് നിരത്തി വെച്ചിട്ടുള്ളത്. ചുവപ്പും പച്ചയും മഞ്ഞയും ഓറഞ്ചും തുടങ്ങി അനേകം ഫ്രൂട്ട്സ് ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നു. കാണുമ്പോൾ തന്നെ എടുത്തു കഴിക്കാൻ തോന്നും. ഓറഞ്ചും മൾബറിയും അത്തിപ്പഴവും മുന്തിരിയും തുടങ്ങി ഈ മാർക്കറ്റ് മനോഹരമായിരിക്കുന്നു. ഒരു ഗ്രാമീണ ചന്ത എന്ന് പറയാം. സംഭവം ഗ്രാമീണമെങ്കിലും ഇവിടെയുള്ള ആളുകളൊന്നും പ്രാദേശികരല്ല, ഒക്കെ വിദേശികളാണ്. പാകിസ്ഥാനികളും ഇന്ത്യക്കാരുമൊക്കെ അനേകം ആളുകൾ ഇവിടെ കച്ചവടം ചെയ്ത് ജീവിക്കുന്നു. വിഭവസമൃദ്ധമാണ് ഈ തെരുവ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഈ കാണുന്ന മൾബറിയാണ്. നമ്മുടെ നാട്ടിലേക്കാൾ അപേക്ഷിച്ച് കുറച്ച് സൈസ് കൂടുതലാണ്. ഈ തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് ബഹുമാനപ്പെട്ട അദ്ദാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടമാണ്. ഇവിടേക്കായിരുന്നു ആരംഭപ്പൂവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കാലിൽ നിന്ന് രക്തം വാർന്ന രൂപത്തിൽ ക്ഷീണിതനായിക്കൊണ്ട് വന്ന് ഇരുന്നിരുന്നത്. ഇതാണ് മസ്ജിദ് അദ്ദാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുത്തെ മുന്തിരിത്തോട്ടത്തിൽ വന്നിരുന്ന സമയത്ത് അവിടുത്തേക്ക് അല്പം മുന്തിരി കൊണ്ടുപോയി കൊടുത്തത് മഹാനായ അദ്ദാസ് തങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് മുന്തിരി കഴിക്കുന്നതും അതുപോലെ തന്നെ നിനവേ സ്വദേശിയായിരുന്ന ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നതും കേട്ടപ്പോൾ ഇതൊരു സാധാരണ വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ബറക്കത്തെടുപ്പിച്ചു. അവിടുത്തെ കൈയും തലയും ചുംബിച്ചുകൊണ്ട് ആദരവ് പ്രകടിപ്പിച്ചു. അങ്ങനെ അദ്ദാസ് തങ്ങൾ മുസ്ലിമായതിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഈ പള്ളി പിന്നീട് പണി കഴിപ്പിച്ചത്. മസ്ജിദ് അദ്ദാസിൻ്റെ പരിസരത്ത് നിന്നും വീണ്ടും കാണാം.